ജനങ്ങൾക്ക് അവെയിൽ ചെയ്യാനുള്ള ഒരു ഭയം ഉണ്ടല്ലോ, അത് മാറണം. അത് മാറ്റി കൊടുക്കണം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ സ്വന്തം ഇൻകമിൽ നിന്ന്, ഇപ്പോൾ പാവപ്പെട്ടവനായാലും റിച്ച് ആണെങ്കിൽ പോവുകയാണെങ്കിൽ അവരുടെ ഇൻകമിൽ നിന്ന് ആയിരിക്കില്ല അവർക്ക് ഹെൽത്ത് അവെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, അപ്പോൾ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അതൊരു 2 to 3% ആയിരുന്നു. ഇപ്പോൾ അതൊരു 4 to 5% ആയി. നമ്മുടെ സ്റ്റേറ്റിൻ്റെ GDP-യിൽ അറ്റ്ലീസ്റ്റ് ഒരു 12% ഹെൽത്ത് വേണ്ടി മാറ്റി വെക്കണം. ഒരു 8 to 10%. ഡെവലപ്പ് കൺട്രീസിലെല്ലാം അങ്ങനെയാണ്. അത്രയും ഇത് മാറ്റി വെക്കണം. പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് അത് കമ്പൾസറി ആക്കണം. എല്ലാ ജനങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് അവൈൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അതിനൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ജോലിക്കാരുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഫാമിലി ഇൻഷുർഡ് ആവുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഗവൺമെൻറ് കൺട്രോൾ ആണെങ്കിലും ഇത് കോംപ്രഹെൻസീവ് ആയിരിക്കണം. അല്ലാതെ ചില അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഇൻഷുറൻസ്, അത് തെറ്റായ രീതി. ഏത് അസുഖം നമുക്കറിയില്ല നമുക്ക് എന്താ അസുഖം വരുന്നെന്നുള്ളത്. ക്യാൻസറിന് കുറേ കാശ് മേടിച്ചിട്ട് ഇങ്ങനെ ക്യാൻസർ ഫണ്ട് കാണിക്കും, ബാക്കി അസുഖങ്ങളൊക്കെ പറ്റുമ്പം അങ്ങനെ ഉള്ളതല്ല. കോംപ്രഹെൻസീവ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് മെഡിക്കൽ ചെക്കപ്സ്, റെഗുലർ മെഡിക്കൽ ചെക്കപ്സ്. ഇപ്പോൾ ഉള്ള മജോറിറ്റി ഹെൽത്ത് ഇൻഷുറൻസുകളും മെഡിക്കൽ ചെക്കപ്സ് സമ്മതിക്കത്തില്ല. അത് ശരിക്കും തെറ്റാണ്.